നമ്മുടെ കണ്ണൂർ ട്രിപ്പിന്റെ പാർട്ട് 2 വീഡിയോ ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാഞ്ഞിരക്കൊല്ലിയിലാണ് ഉണ്ടായിരുന്നത്. കാഞ്ഞിരക്കൊല്ലിയിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് സൺറൈസ് കാണാനായിട്ട് ശശിപ്പാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിൽ പോയി. ഇവിടെ ക്ലൗഡ് ബെഡ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അബി ട്രിപ്സിന്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ക്ലൗഡ് ബെഡ് ഉണ്ടായില്ല, എങ്കിലും രാവിലെ മോർണിംഗ് വാക്ക് ഒക്കെ ചെയ്തു വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കണ്ണൂരിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വാട്ടർഫോൾസ് ആയ അളകാപുരി വാട്ടർഫോൾസ് കാണാനായിട്ടാണ്. ശശിപ്പാറയിൽ നിന്ന് വരെ 2 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. മഴക്കാലം ആണെങ്കിൽ ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത് ഹാബി ട്രിപ്സിന്റെ ഈ വീഡിയോ വീണ്ടും കണ്ടു നോക്കിക്കോളൂ. കാരണം ഞങ്ങൾ ഇപ്പോൾ മഴയില്ലാഞ്ഞുകൊണ്ട് ഇത്ര അടിപൊളി വ്യൂ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അവിടുന്ന് നമ്മൾ നേരെ പൈതൽമലയിലേക്ക് വെച്ചു പിടിച്ചു. കണ്ണൂരിലെ തന്നെ ഹയസ്റ്റ് പീക്കാണ് പൈതൽമല. ഇവിടെ വരെ വന്നിട്ട് പൈതൽമല എങ്ങനെ കാണാതെ പോകല്ലേ. കാഞ്ഞിരക്കൊല്ലിയിൽ നിന്ന് 1 മണിക്കൂറിനടുത്ത് ഉണ്ടായിരുന്നു ഡ്രൈവ്. ഈ റൂട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ഫേമസ് ആയ ഒരു 3 ലെയറുള്ള വെള്ളച്ചാട്ടം ഉണ്ട്, കാപ്പിമല വെള്ളച്ചാട്ടം. അപ്പൊ അതും കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പൈതൽമല കമ്പാരിറ്റീവ്ലി ഈസി ട്രക്കാണ്. 2 കിലോമീറ്റർ ഉള്ളൂ പീക്കിലേക്കുള്ള ഡിസ്റ്റൻസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രക്കാണ്. പിന്നെ ടോപ്പിലെ വ്യൂ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം ഞങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല, അത്രയ്ക്ക് കോടയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈതൽമല കുറച്ച് ഡിസപ്പോയിന്റിങ് ആയിരുന്നു. മേ ബി ബിക്കോസ് നമ്മൾ വ്യൂവും കണ്ടില്ല ആൻഡ് ഇറ്റ് വാസ് വെരി ക്രൗഡഡ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഐറ്റിനറിയിൽ ആഡ് ചെയ്യാം. ഇനി ഏതെങ്കിലുമൊക്കെ പ്ലേസ് ഇതുപോലെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും